ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ സകല പരിപാടികൾ ഒതുക്കിയിട്ട് ഞങ്ങളിന്നൊരു സ്ഥലം വരെ പോവാണ്. ഇതൊക്കെ എൻ്റെ കുട്ടി കുട്ടി കസിൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവരൊക്കെ ആയിട്ട് പോകുന്നത് ഒന്ന് പാർലറിലേക്കാണ്, ഒന്ന് ഹെയർ കട്ട് ചെയ്യണം. അപ്പം കുറച്ച് ദിവസം മുന്നേ ഞാൻ അനീത്തിയുടെ ഹെയർ കട്ടിങ് വീഡിയോ ഇട്ട സമയത്തും എന്നിട്ട് കുറച്ച് പേര് പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് ഹെയർ കട്ട് ചെയ്തത് എന്നുള്ളത്. നമ്മൾ ഹെവൻ വാലി മേക്ക് ഓവേഴ്സിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഹെയർ കട്ടിങ് പ്രൊസീജിയേഴ്സിലേക്ക് കടന്നിട്ടുണ്ട്. ഹെയർ വാഷിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരേപോലെ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടാണ് കേട്ടോ എല്ലാ പ്രൊസീജിയേഴ്സും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെയും അങ്ങോട്ട് ചെല്ലാനായിട്ടുള്ള ഒരു ടെൻഡൻസി കൂടാറുണ്ട്. സോ അനീതിയുടെ ഹെയർ കട്ടിന് ശേഷം ഇപ്പോൾ എൻ്റെ കസിൻ സിസ്റ്ററിനാണ് നമ്മൾ ചെയ്യാനായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഹെയർ കട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ലെയർ വേണോ, സ്റ്റെപ്പ് കട്ട് വേണോ, യു വേണോ, വി വേണോ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ ചെന്ന ടൈമിൽ നമുക്ക് പിന്നെ സ്റ്റെപ്പും യു ആണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്തത്. അങ്ങനെ ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ സ്റ്റെപ്പ് കട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊക്കെ സെറ്റ് ചെയ്തൊക്കെ ഇട്ടപ്പോഴത്തേക്കും അവളുടെ ഹെയർ സ്ട്രക്ചറേ മാറി. ഇവളുടെ ഹെയർ ഒന്നൊരു കേളി ആയിട്ടുള്ള നല്ല കേളി ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഹെയർ ആയിരുന്നു. അത് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ കുട്ടീൻ്റെ ഫേസേ മാറി. നല്ല ഭംഗിയുണ്ടായിരുന്നു. അടിപൊളിയായിട്ട് ചെയ്തിട്ടുമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ്. ഓരോ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുടിയൊക്കെ ഇട്ടിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.